ഞായറാഴ്ച ആയാൽ കുറച്ച് ചോറും ചിക്കൻ കറിയൊക്കെ വെച്ച് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. നമ്മുടെ ഇവിടെ മിക്ക ദിവസവും മീനാണ്. ആഴ്ചയിൽ ഒരു ദിവസമാണ് ചിക്കൻ വാങ്ങിക്കാറുള്ളൂ. അന്ന് പിന്നെ ഉച്ചയ്ക്കും രാത്രിയൊക്കെ ചിക്കൻ കറി ആയിരിക്കുമേ. ചിക്കന് വേണ്ടിയിട്ടുള്ള സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്പീഡിൽ ചിക്കൻ കറി വെക്കുവേ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ചിക്കൻ എടുത്ത് കറി വെക്കുന്നുണ്ട്. ബാക്കി ഞാൻ കുറച്ചെടുത്ത് നാളത്തേക്ക് പൊരിക്കാമെന്ന് വിചാരിച്ചാണ് സെറ്റാക്കിയത്. അങ്ങനെ കറി വെക്കാനുള്ള ചിക്കനിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് വെക്കുന്നുണ്ട്. പൊരിക്കാനുള്ള ചിക്കനിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചേ, നാളെ പൊരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ചിക്കൻ കറി അടുപ്പിലാണ് വെക്കുന്നത്. ഇവിടെ അത്യാവശ്യം വിറക് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഗ്യാസും ലാഭിക്കാം, നല്ല ടേസ്റ്റുമാണേ. നമ്മുടെ കിച്ചണിൽ പെയിൻ്റ് അടിച്ച ഭാഗത്ത് പെയിൻറ്റ് ഇളകി തുടങ്ങിയപ്പോഴാണ് നമ്മൾ അവിടെ ടൈലിട്ടത്. ടൈലിടുമ്പോൾ നമ്മൾ ഈ അടുപ്പൊക്കെ കത്തിക്കുന്ന പുക അകത്ത് കയറിയിട്ട് ആ ടൈലിൻ്റെ ഏരിയ ഫുള്ളായിട്ട് കറുത്ത് അഴുക്കായിട്ടിരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ക്ലീൻ ചെയ്തത്. ഇന്നത്തെ ക്ലീനിങ് ഞാൻ കുറച്ച് കെയർഫുൾ ആയിട്ടാണ് ചെയ്തത്. കാര്യം സ്ലാബിൻ്റെ മണ്ടേ കയറി നിൽക്കുന്നതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കി പാത്താണ് ആ പണികൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പണ്ടൊക്കെ ഞാൻ കെയർലെസ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ ഞാൻ അമ്മയായി പിന്നെ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മോളെ ആര് നോക്കും എന്നുള്ളൊരു ചിന്ത വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇന്ന് ഞാൻ അടുക്കളയിൽ കയറുമ്പോഴൊക്കെ നമ്മൾ ഈ ക്ലീൻ ചെയ്തതിൻ്റെ ഭംഗിയാണ് ഞാൻ ആസ്വദിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അടുക്കളയൊക്കെ ഞാൻ ഒതുക്കി നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുറ്റത്തൊരു പുളിഞ്ചി മരം ഉണ്ടല്ലോ. അപ്പോൾ മഴ പെയ്യുമ്പോഴേക്കും അതിൻ്റെ കരിയിലെയും പുളിഞ്ചിക്കൊക്കെ വീണിട്ട് അവിടെ അത്യാവശ്യം വൃത്തികേടായിട്ടിരിക്കുകയും അപ്പോൾ അതൊന്ന് തൂക്കാനായിട്ടാണ് ഞാൻ ഇറങ്ങിയത്. തൂത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. ആൾ തന്നെ തനിയെ എണീറ്റിട്ട് ഫാനൊക്കെ ഇട്ടിട്ട് തനിയെ തന്നെ എണീറ്റങ്ങ് വരുവേ. ഞാൻ മുറ്റം തൂക്കാൻ ഇറങ്ങിയപ്പോഴേക്കും മഴ ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഈ നോക്കി നിന്നത്. അങ്ങനെ മോൾ എണീക്കുമ്പോൾ അവൾക്ക് എന്തെങ്കിലും വയറ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുമ്പോൾ ഒരു സമാധാനമാണ്. അപ്പോൾ ഞാൻ കുറച്ച് പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. റാഗി പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്, നമ്മുടെ കൂരവിൻ്റെ മാവ് വെച്ചിട്ട്. നല്ല ടേസ്റ്റാണ്. ഒരു മുട്ടയുണ്ടെങ്കിൽ നമുക്കൊരു 7-8 കുഞ്ഞു പാൻ കേക്കൊക്കെ ഉണ്ടാക്കാം. നല്ല ഹെൽത്തിയുമാണ്, നല്ല സോഫ്റ്റാണ്, കേക്കൊക്കെ കഴിക്കുന്ന പോലെ. ഞാൻ ഇന്നിതിൽ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നേ. അങ്ങനെ ആൾക്കിത് കൊടുത്തിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചിട്ട് അവളുടെ കൂടെ കുറച്ച് നേരം കാർട്ടൂണൊക്കെ ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇന്നത്തെ സൺഡേ അങ്ങനെ അങ്ങ് പോയിട്ടുണ്ടേ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഡു സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.